താമരശ്ശേരി അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് കർശന ഉപാധികളോടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ അനുമതി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. ലതീഷ് വിവരങ്ങളുമായി ചേർന്നു. ലതീഷ്, ഫ്രഷ് കട്ട് തന്നെയാണോ പുനരാരംഭിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് എന്ന അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം വീണ്ടും തുടർന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ കർശന ഉപാധികളോടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അനുമതി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പ്ലാന്റിലെ പ്രതിദിന മാലിന്യ സംസ്കരണം 25 ടണ്ണിൽ നിന്ന് 20 ടണ്ണായി കുറയ്ക്കും. ദുർഗന്ധം കുറയ്ക്കുന്നതിനായി വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ പ്ലാന്റിലെ പ്രവർത്തനം നിർത്തിവെക്കും. പഴകിയ അറവ് മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം. പുതിയ മാലിന്യങ്ങൾ മാത്രം സംസ്കരിക്കണം. പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അധികൃതർക്ക് കൈമാറണം. സംസ്കരണ കേന്ദ്രത്തിലെ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഇതിനായി വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ NITO നടത്തണം തുടങ്ങിയ ഉപാധികളാണ് ജില്ലാ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ദുർഗന്ധം പരമാവധി കുറയ്ക്കുന്നതിന് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് റിസർച്ചിന്റെ സഹായത്തോടെ പഠനം നടത്താനും അതിനനുസൃതമായ നടപടികൾ പിന്നീട് കൈക്കൊള്ളാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ശുചിത്വ മിഷൻ പ്രതിനിധികൾ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കുമെന്നും നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ പ്ലാന്റിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും കലക്ടർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അജിംഷാദ്. ശരി, ലതീഷ്.